ഇന്ന് നമുക്ക് നല്ല നാടൻ രുചിയിൽ ഒരു 5 മിനിറ്റിലൊക്കെ തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെയുള്ള ഒരു മോര് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. മോര് കറി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പിനടുത്ത് തൈരാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തൈരിനകത്തിലേക്ക് കട്ടയാക്കി ഒന്നുകിൽ വിസ്കോ അതല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി അങ്ങ് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. അതായത് തൈരിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഒത്തിരി അങ്ങ് കട്ടിയായിട്ട് പോകാനും പാടില്ല, ഒത്തിരി ലൂസാകാനും പാടില്ല. അപ്പോൾ ഇത് ഞാൻ ഏകദേശം 1 കപ്പോളം വെള്ളമാണ്, 1.5 കപ്പിന് ഏകദേശം 1 കപ്പും അതിൽ കുറച്ചധികവും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര അളവിലാണോ തൈര് എടുക്കുന്നത് അതിനനുസരിച്ച് നോക്കി അതിനൊപ്പത്തിനൊപ്പം നിൽക്കുന്ന രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് അങ്ങോട്ട് മാറ്റി വെച്ച് കറി തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മൺചട്ടിയാണ് എടുക്കുന്നത്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് നമുക്ക് ചെറിയ ജീരകം അഥവാ കറി ജീരകം 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വളരെ കുറച്ച് മാത്രം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് പച്ചമുളകാണ്, ഒരു 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്ന രീതിയിൽ എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. പച്ചമുളക് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഇഞ്ചിയാണ്. അതൊന്ന് നീളത്തിൽ കീറിയിട്ടിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു 3 വലിയ വെളുത്തുള്ളി അത് കീറിയിട്ടിട്ട് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങൾ എത്ര അളവിലാണോ ചെയ്തെടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഉപയോഗിച്ചാൽ മതി. ഇഞ്ചി കൂടുതലായിട്ട് ഉപയോഗിക്കണമെന്നില്ല. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഒന്ന് മുന്നിട്ട് നിൽക്കുമ്പോഴാണ് ഒന്നുകൂടി നല്ലത്. ഒരു 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 13-14 എണ്ണത്തിനടുത്ത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് കൂടിയുണ്ട് കേട്ടോ. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം, ഒന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി അങ്ങ് കളറ് മാറി ബ്രൗൺ കളറാകുന്ന രീതിയിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയും വേണം. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഇതൊക്കെ നന്നായി വഴണ്ട് വന്നതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. കൂടെ ഒരു 2 നുള്ള് മാത്രം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് ചെയ്തെടുത്താലും മതി, മുളക് പൊടിയുടെ ആവശ്യമില്ല. ചെറിയൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി തൈരൊക്കെ ഉടച്ച് വെള്ളം ചേർത്ത് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കുക. തൈര് ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം. ഇത് ചട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുത്തപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ കറി അങ്ങ് തിളച്ചു പോകും. ചട്ടിയാകുമ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ടാകും. അപ്പോൾ ഒന്ന് തൈരൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കിയെടുക്കുക. മോര് കറി, നമ്മുടെ പുളിശ്ശേരി, അതുപോലെ അങ്ങനെയുള്ള കറികളൊക്കെ ചെയ്തെടുക്കുന്ന സമയത്ത് എപ്പോഴും ചട്ടിയിൽ ചെയ്തെടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. എപ്പോഴും അലുമിനിയം പാത്രങ്ങളും അതുപോലെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളും ഒഴിവാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ നല്ല നാടൻ മോര് കറി, മോര് കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന തേങ്ങയൊന്നും ചേർക്കാത്ത ഒരു നല്ലൊരു കറിയാണിത് ചോറിൻ്റെ കൂടെ. എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷുമായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.